ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഒത്ത പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി സനതിൽ മുട്ടുമടക്കുവാനും കർത്താവ് ഒരു കൃപ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലും കർത്താവ് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. ആണ്ടവരെ ഇത് നിമിത്തം ദൈവമേ അനേക നന്മകൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു. അവരെല്ലാം തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പരമേൽപ്പിക്കുകയാണ്. നിന്റെ പാദപീഠത്തിൽ കൊണ്ട് വയ്ക്കുകയാണ്. അവരെ മറുപടിയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിക്കുകയാണ്. ഓരോരുത്തരുടെ ശരീരത്തിലും അവരുടെ ഭവനത്തിലും അവരുടെ ജോലി സ്ഥലത്തും അവരുടെ ജീവിതത്തിലും കാണുന്ന എല്ലാ ശത്രുവിൻ്റെ എല്ലാ കർത്താവേ സ്തോത്രം ചതികളും തിട്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീ ഹതമാകണം. യേശുവിൻ്റെ നാമത്തിൽ മുറിഞ്ഞു വീഴണം. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയണം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാവണം. മരണത്തിൻ്റെ കണ്ണികളെല്ലാം ഇന്ന് തെറിക്കണം. വെച്ച മരണക്കെട്ടുകൾ നീക്ക് മുറിക്കപ്പെടണം. മരണത്തിൻ്റെ ആമീൻ എല്ലാ ക്രിയകളും യേശുവിൻ്റെ നാമത്തിൽ സുട്ടരിച്ച് നിന്റെ കുഞ്ഞുങ്ങൾ ജീവനോട് ബലത്തോട് സുഖത്തോട് ആരോഗ്യത്തോട് ദൈവമേ വെളിയെ വന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ദാനിയേൽ എങ്ങനെ വെളി വന്ന് ഒരു കേടും സംഭവിക്കാതെ ഒരു ആപത്തുമില്ലാതെ ഒരു കീറലുമില്ലാതെ അവൻ വെളിയെ വന്നതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അംഗഹീനമില്ലാതെ ഒരു വേദനയില്ലാതെ ഒരു കർത്താവ് നഷ്ടവുമില്ലാതെ ഒരു ഫ്രീഡമായി ഒരു പുതിയ സൃഷ്ടിയായി പുതിയ ശരീരമായി പുതിയ വിടുതലോട് നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് വെളിയെ വരെ എനിക്ക് അത്ര കൃപ തരപ്പെട്ട് ഞാൻ ക്ഷമിക്കണം. തടകളും കണ്ണീരുകളും എല്ലാം മറയട്ടപ്പ. അത്ഭുതങ്ങൾ നടക്കട്ടപ്പ. അതിശയങ്ങൾ നടക്കട്ടപ്പ. വിടുതല ഉണ്ടാകട്ടപ്പ. ഇത് ജപത്തിരിക്കുന്ന ഓവരുടെ ആവി ആത്മ ശരീരം മീൾക്കപ്പെടട്ടപ്പ. ദൈവം അത് ചെയ്യപ്പോതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കുന്ന വെച്ചാൽ ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരുത്തരും കൈവിട്ടു പോകരുത്, ഒരുത്തരും നശിക്കരുത്, ഒരുത്തരും തകരരുത്, ഒരുത്തരും താളടിയായി പോകരുത്, ഒരുത്തരും പിശാസിന്റെ അടിമകളായി മാറുവാൻ തകരുവാൻ നശിക്കാൻ നീ സമ്മതിക്കരുത്. പച്ച നിന്റെ രക്തത്താൽ മുദ്രയിട്ട് നിന്റെ കരം പിടിച്ച് നീ വേലി അടച്ച് അവരെ സൂക്ഷിക്കണം, നടത്തണം. ദൈവമേ സ്തോത്രം. നീ അവരെ കർത്താവെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കരങ്ങളെ കേൾപ്പിക്കണം. ദൈവമേ ഈ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. അതിനെ നീ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തിയും കൃപയും ബലനും അതിനൊക്കെ ഇത് തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്നോട് കൂടെ ഇരിക്കുന്ന എല്ലാവരെയും മറുപടിയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാൻ കർത്താവെ അവരുടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കണം, ക്രിയ ചെയ്യണം, അത്ഭുതം നടക്കണം. കരങ്ങളെ കേൾപ്പിക്കുന്ന വൻകാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ MAG ഹോസ്പിറ്റൽ വയസ്സ് മൂലം പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു, നിങ്ങളെ വാഴ്ത്തുന്നു. കർത്താവ് നിങ്ങൾ നിശ്ചയം അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1175 ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കും. നിശ്ചയം കർത്താവ് നമ്മൾ നടത്തും. നാം ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 26 വാക്യങ്ങൾ നമുക്ക് 26 വാക്യങ്ങൾ ധ്യാനിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. അത് ഏറ്റെടുത്തവർ, വിശ്വസിക്കുന്നവർ, ആത്മാർത്ഥമായി അത് എനിക്ക് വന്ന ആലോചനയാണ്, എനിക്ക് വന്ന ദൂതാണ്, എനിക്കുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ആരെല്ലാം സ്വീകരിച്ചോ, ആരെല്ലാം ഏറ്റെടുത്തോ അവർക്കെല്ലാവർക്കും ഇന്ന് വിടുതലാണ്, നിശ്ചയം വിടുതലാണ്. അതേസമയം ഇത് അലക്ഷ്യം ചെയ്ത് ഇത് വേണ്ടാന്ന് വെറുത്തുവിട്ട് ഇതേ ഒരു വ്യത്യാസമായി കേൾക്കുന്നവരെ കാണുന്നവർക്ക് ആർക്കും വിടുതലില്ല. ഇതിനകത്ത് ആർക്കാ വിടുതലെന്ന് വെച്ചാൽ എല്ലാവരാലും കൈവിടപ്പെട്ടു ഒരു മനുഷ്യനെയും കൊണ്ട് ഇറങ്ങി വന്ന് രക്ഷിക്കുവാൻ കഴിയാത്ത വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഒരു പണം കൊടുത്തോ ആളുബലം കൊണ്ടോ പണബലം കൊണ്ടോ എന്ത് രീതിയിലും മെഡിക്കൽ രീതിയിലോ ഒരു രീതിയിലും രക്ഷിക്കുവാൻ കഴിയാത്തതിനകത്തുണ്ട്. അങ്ങനെയാണ് ദാനിയേൽ ഇരുന്നത്. ആ സിംഹത്തിന്റെ കുഴിയിലോട്ട് ആരും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അവനെ ആരും കരയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോന്നാൽ അവരെയും നിങ്ങൾ അതിന്റെ മേലെ വായിച്ചല്ലോ, മറ്റുള്ളവരെ കൊണ്ട് വാരിയിട്ടപ്പോൾ കുഴിക്കകത്തോട്ട് ചെല്ലുന്നതിന് മുന്നേ അതിന്റെ വാതിക്കലോട്ട് ചെന്നപ്പോഴേ എല്ലാവരെയും പിടിച്ച് എല്ലാം നുറുക്കിവിട്ട് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആരാ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്? ആരാ ദാനിയേലെ രക്ഷിക്കാൻ പറ്റുന്നത്? ആരാ അവനെ സഹായിക്കാൻ? ആരും സഹായിക്കാനില്ല. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പാസ്റ്റർമാരോ പ്രവാചകന്മാരോ ഒരു രാജാക്കന്മാരോ ഒരു മനുഷ്യൻ പോലും അവനെ രക്ഷിക്കാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. സിംഹങ്ങളുടെ വായുകളിൽ അടച്ചിരിക്കുകയാണ്. അവനെ ഭദ്രമായി സൂക്ഷിക്കുകയാണ്. ഒരനർത്ഥം പോലും അവന് സംഭവിക്കാതെ ദൈവം അവനെ കണ്ണിന്റെ മണി പോലെ മറച്ചു വെച്ചിരിക്കുകയാണ്. തൻ്റെ ഉള്ളം കരങ്ങളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരാപത്തൊരില്ലാതെ ദൈവനെ രക്ഷിച്ചു. ആ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ രാജാവ് പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 27-28 വാക്യം നമ്മൾ കണ്ട അവസാനമായി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് രാജാവ് പറയുകയാണ്, അവൻ രക്ഷിക്കുകയും ചെയ്യുന്നു, വിടുവിക്കുകയും. നിങ്ങൾക്ക് രക്ഷ വേണോ? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നിങ്ങൾക്കിന്ന് രക്ഷ വേണോ? ദൈവം രക്ഷിക്കും. നിങ്ങൾക്കിന്ന് വിടുതൽ വേണോ? നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കഷ്ടപ്പെടുന്ന ഓരോ വിഷയത്തിൻ്റെ മുന്നേ നിങ്ങൾക്കിന്ന് വിടുതൽ വേണോ? ദൈവം നിങ്ങളെ രക്ഷിക്കുന്നവൻ മാത്രമല്ല വിടുവിക്കുന്നവനുമായിരിക്കണം. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു.
ആകാശത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യത്തില്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യത്തില്ലേ? നിശ്ചയമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാണ്, അവൻ ദാനിയേലിനെ സിംഹം വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. സിംഹത്തിന്റെ വായിൽ നിന്നും ദാനിയേലിനെ രക്ഷിച്ചെന്ന് രാജ എഴുതി വെച്ചിരിക്കുക. വായിക്കകത്തോട്ടാണ് ഇട്ട് കൊടുത്തത്. ആ വായ ദൈവം അടച്ചു, ആ വായിക്കകത്ത് ദൈവം രക്ഷിച്ചു. അങ്ങനെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളെ രക്ഷിക്കത്തില്ലേ? നിങ്ങളുടെ ക്യാൻസർ, നിങ്ങളുടെ തീരാതെ രോഗം, നിങ്ങളുടെ മരണം, നിങ്ങളുടെ കിഡ്നി അഴുകിപ്പോയി കാണും, ലിവർ അഴുകിപ്പോയി കാണും, ഹാർട്ട് ഫെയിലറായി കാണും, ബ്രെയിൻ അഴുകിപ്പോയി കാണും, നിങ്ങളുടെ ശരീരത്തിന്റെ അസ്ഥികൾ ഉരുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് തീരാതെ കൊടിയ അതേ ക്യാൻസറിന്റെ രോഗങ്ങളായിരിക്കും, അല്ലെ മറ്റേതെങ്കിലും മാരക രോഗങ്ങളായിരിക്കും. മരണമല്ലാതെ നിങ്ങൾക്ക് വേറെ നീക്കുപോക്കില്ല. മരണമാണ്. മരണം കുറിച്ച് കൊടുത്തു കാണും, എഴുതി കൊടുത്തു കാണും, എല്ലാവരോടും അറിയിച്ചോളാൻ പറഞ്ഞു കാണും, എല്ലാവരെയും വിളിച്ചു പറയാൻ പറഞ്ഞു കാണും. ഓക്കെ, എല്ലാം സത്യമാണ്. പക്ഷേ ഇവിടെ ദൈവം ആരാന്നറിയാമോ? രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമാണ്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ ആ സിംഹത്തിന്റെ വായിൽ നിന്നും കർത്താവിന് സ്തോത്രം പറയുന്നുണ്ടോ? എന്നാൽ ദാനിയേലെ ആമേൻ, ദൈവത്തിന് സ്തോത്രം, എത്രമാത്രം ശക്തം അവൻ. ആമേൻ. ആകാശത്തിലും അവൻ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നിങ്ങളിപ്പം മരണത്തിന്റെ വായിലായിരിക്കും ഇരിക്കുന്നത്. അവിടെ നിന്ന് മരണത്തെ ജയിച്ചൊരു ദൈവമുണ്ട്. മരണത്തിന്റെ ഈ പാതാളത്തിലെയും താക്കോൽ തട്ടിയെടുത്തൊരു ദൈവമുണ്ട്. റോമന്റെ കല്ലറയെ ഉടച്ചു തകർത്തവന്റെ ബന്ധനങ്ങളെയും മുദ്രകളെയും തകർത്ത് മരണത്തെ വെല്ലുവിളിച്ചു വെളി വന്നൊരു ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവം ദാനിയേലിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ, സിംഹത്തിന്റെ വായിൽ നമ്മൾ രക്ഷിച്ചെങ്കിൽ, നിശ്ചയമായും ഈ രക്ഷകൻ, ഈ വിടുവിക്കുന്ന ദൈവം നിങ്ങൾക്കും വിടുതലും രക്ഷയും തരും. 100% വിശ്വസിക്കുക, ഏറ്റെടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല, നിങ്ങൾ നാണിച്ചു പോകത്തില്ല, നിങ്ങൾ ക്ഷീണിതരായി പോകത്തില്ല, നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ കരുണ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവസാനം എന്താ പറയുന്നത്? എന്നാൽ ദാനിയേൽ ദാരിയാവേസിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേസിന്റെ വാഴ്വിലും ആമേൻ ശുഭപ്പെട്ടിരുന്നു. ദാനിയേലിന്റെ ജീവിതം ശുഭമായിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു കേടുമില്ല. അവന്റെ ജീവിതം ശുഭമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനം ഇന്ന് ശുഭമായിരിക്കാൻ പോവുക, നിങ്ങളുടെ ശുശ്രൂഷ ഇന്ന് ശുഭമായിരിക്കാൻ പോവുക, നിങ്ങളുടെ കുടുംബ ജീവിതം ഇന്ന് ശുഭമായിരിക്കാൻ പോവുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി തോൽവിയായി കണ്ട് നിങ്ങൾ തൊപ്പിയിട്ടവരാണ്. പക്ഷെ ഇന്ന് തൊട്ടെല്ലാം ശുഭമായി മാറാൻ പോവുക. ദൈവം അത്ഭുതം നിങ്ങൾക്ക് പ്രവർത്തിക്കും. പ്രവചിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റെടുക്കുന്നവർക്കുള്ള വിടുതൽ, വിശ്വസിക്കുന്നവർക്കുള്ള വിടുതൽ, 100% വിശ്വസിക്കുന്നവർക്കാണ് വിടുതൽ. ഇത് ഏനോ താനോ എന്നിരിക്കുന്നവർക്കല്ല, ഇത് വേണോ വേണ്ടായോ എന്നിങ്ങനെ ഇരിക്കുന്നവർക്കല്ല, ഇതേ കണ്ട് ഓക്കാനിക്കുന്നവർക്കല്ല. ഉണ്മയായി സത്യമായിട്ട് ഇത് ഏറ്റെടുക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. വിടുതലിന്റെ കരം അവിടെ നീട്ടിയിരിക്കുകയാണ്, അത്ഭുതത്തിന്റെ കരം അവിടെ നീട്ടിയിരിക്കുകയാണ്. കർത്താവിന്റെ വലിയ വീര്യ പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ദിവ്യ ശക്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വലിയ കരം ഇവിടെ ഇപ്പോൾ വീര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ ഇപ്പോൾ വിടുതലായിക്കൊണ്ടിരിക്കുന്നു. സിംഹത്തിന്റെ വായിന്ന് ദാനിയേലെ ഊരിയെടുത്തതുപോലെ, വലിച്ചെടുത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ തീരാതെ മാരക രോഗത്തിൽ നിന്ന്, മരണക്കെട്ടുകളിൽ നിന്ന്, മരണത്തിന്റെ അമിക്കരുകളെ മുറിത്ത് പാതാളത്തിന്റെ എല്ലാ കാര്യങ്ങളെയും തകർത്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ഡെലിവറി, ഒരു വിടുതൽ, ഒരു റിലീഫ് ഇപ്പോൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ ദിവ്യശക്തി നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ അത്ഭുതങ്ങൾ നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അനേകർ ഇപ്പോൾ വിടുവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. മരണക്കെട്ടുകൾ, ശാപക്കെട്ടുകൾ, പാപക്കെട്ടുകൾ, വ്യാധികൾ, കർത്താവേ, ലോകത്തിലിരിക്കുന്ന എല്ലാ പൈശാസിക ബന്ധനങ്ങൾ, പൈശാസിക പോരുകൾ, അന്ധകാരത്തിന്റെ ശക്തികൾ അന്നത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന തിരുരക്തത്തിനാൽ ഇപ്പൊ ഞങ്ങൾ മുദ്രയിട്ട് ജയമെടുക്കുകയാണ്. എല്ലാ വിഷയത്തിലും ജയമെടുക്കുകയാണ്. വിടുതല ഞങ്ങൾ സ്വതന്ത്രിക്കുന്ന പച്ച, വിടുതല ഞങ്ങൾ പ്രകടനം ചെയ്യുന്ന പച്ച, അത്ഭുതത്തിന്റെ വിടുതൽ, അതിശയത്തിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ കട്ടുകൾ, അനേകരുടെ ചങ്ങലികൾ, അനേകരുടെ വിഷമുള്ളുകൾ യേശുവിന്റെ നാമത്തിൽ ഇവ തകർന്നുകൊണ്ടിരിക്കനായി സ്തോത്രം. അനേകരുടെ ബലഹീനങ്ങൾ മാറിക്കൊണ്ടിരിക്കനായി സ്തോത്രം. ബന്ധനകൾ അഴിഞ്ഞുകൊണ്ടിരിക്കനായി സ്തോത്രം. മരണത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി അനേകരുടെ ശരീരത്തിലെ ബലഹീന പാത്രത്തിലെ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കനായി. ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു ശക്തിയെ കൊണ്ടോ, ഒരു പണത്തെ കൊണ്ടോ സാധിക്കുവാൻ കഴിയാത്തത് സർവ്വവല്ലഭരാകിയ ദൈവത്തിന്റെ വലിയ കരത്തിനാൽ ഇപ്പൊ സാധിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം.
കൈവിട്ടു പോയതെല്ലാം കർത്താവേ, പ്രതീക്ഷയ്ക്ക് വഴിയില്ല, പ്രത്യാശയില്ല, എല്ലാം നശിച്ചു തകർന്നു തരിപ്പണമായി. ഇനി കണ്ണിയില്ല, നിൽക്കാൻ ബലനില്ല, ജീവിക്കാൻ മാർഗമില്ല, എന്ത് ചെയ്യുന്ന അറിയത്തില്ല. എല്ലാവരും ഉപേക്ഷിച്ച്, എല്ലാവരും കൈവിട്ടു, എല്ലാവരും കൈമലത്തി കാണിച്ചു. അവിടെ ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കാൻ തുടങ്ങിയനായി സ്തോത്രം. അത്ഭുതത്തിന്റെ ചലനം, അത്ഭുതത്തിന്റെ പ്രവൃത്തി, അത്ഭുതത്തിന്റെ ക്രിയകൾ അവിടെ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കാനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങളിൽ ഇപ്പൊ വ്യാപരിച്ചു കൊണ്ടിരിക്കാനായി സ്തോത്രം. അപ്പൊ നീ പ്രാർത്ഥനയായി നിനക്ക് നന്ദി, പ്രാർത്ഥനയായി നന്ദി, നന്ദിയോടെ തന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം. ദൈവമേ, നിന്റെ ദിവ്യശക്തി, നിന്റെ ദിവ്യശക്തി ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാമിനാട് വ്യാപരിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, അത്ഭുതം നടക്കട്ടെ, ബന്ധനങ്ങളുടെ കണ്ണികളെല്ലാം തെറിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാൻ കഴിയാത്തൊരു സംസാരിക്കട്ടെ, കാഴ്ചയില്ലാത്തൊരു കാണട്ടെ, നടക്കാമേത്തർ നടക്കട്ടെ. കർത്താവേ, എഴുന്നേൽക്കട്ടെ, കഴിക്കാമേത്തർ കഴിക്കട്ടെ. കർത്താവേ, ഇരിക്കാമേത്തർ ഇരിക്കട്ടെ, നടക്കാമേത്തർ നടക്കട്ടെ, ഓടാമേത്തർ ഓടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അവയവങ്ങളും ജീവൻ പ്രാപിച്ച് രക്ഷപ്പെട്ട് വിടുതലോട് ആരോഗ്യത്തോട് ഒരു കേടുമില്ലാതെ ദാനിയേൽ വെളി വന്നതുപോലെ, സിംഹത്തിന്റെ വായിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പൊ തന്നെ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് വിടുവിച്ച് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവൻ കാത്തിച്ചിട്ടാണ് അടിയനെ ബലപ്പെടുത്തുന്നു. കർത്താവേ, സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവ്, ഈ കൊടുത്ത ആലോചന, ഈ വചനങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആകട്ടെ. പച്ച ഇവിടെ ഞങ്ങൾ അവസാനം വായിച്ചപ്പോൾ ദൈവമേ, ദാനിയേലിന്റെ അതേ കർത്താവേ, സ്തോത്രം. അമീനപ്പ, നമുക്ക് സ്തോത്രം. ദാനിയേൽ എല്ലാം ശുഭപ്പെട്ടിരുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് ശൂന്യമായി കിടന്നെല്ലാം ശുഭമായി മാറട്ടുമേ. തകർന്നതെല്ലാം ശുഭമായി മാറട്ടുമപ്പ. നഷ്ടപ്പെട്ട് കൈവിട്ട് പോയതെല്ലാം വിശ്വസിക്കുന്ന ഒരു മാർഗവുമില്ല, വഴിയുമില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമായ വിഷയങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശുഭമായി മാറട്ടപ്പ. ഏതെല്ലാം അവളെ തടുത്ത് നിർത്തി വേദനിപ്പിച്ചോ, ഏതെല്ലാം അവർക്ക് മുറിവേൽപ്പിച്ചോ, ഏതെല്ലാം അവർക്ക് വേദനയായിരുന്നതോ, ഏതെല്ലാം അവരെ തലകുനിക്ക വെച്ചോ, ഏതെല്ലാം അവരെ കരയിപ്പിച്ചോ, അവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരത്തിന്റെ വീര്യ പ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കാനായി സ്തോത്രം. കുനിഞ്ഞ തലയെല്ലാം നിവരട്ടെ, കരഞ്ഞ കണ്ണുകളെല്ലാം ആനന്ദം കൊണ്ട് നിറയട്ടെ, തകർന്ന ഉള്ളങ്ങളെല്ലാം, തരിപ്പണമായ ഉള്ളങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ബലപ്പെടട്ടെ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. തളർന്ന മുഴങ്കാലുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ബലപ്പെടട്ടെ, തളർന്ന കരങ്ങളെല്ലാം യേശുവിൽ ഉയർത്തപ്പെടട്ടെ. ആത്മാവിന്റെ നിറവിൽ, ആത്മശക്തിയോട് കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ ദിവ്യ ശക്തിയോട് കുഞ്ഞുങ്ങൾ ആർപ്പരിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആനന്ദിക്കുവാൻ. കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ അന്ധകാരമായിരുന്ന, ഇരുളായിരുന്ന, കൈവിട്ടു പോയ വിശ്വസിക്കുവാൻ ഒരു നിർഗതിയുമില്ലാതിരുന്ന ഇടത്തിലെല്ലാം നിന്റെ ശുഭമായ കരം ഇപ്പൊ വെളിപ്പെട്ടതായി സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിൽ അവനക്കെല്ലാം ശുഭമായി മാറിയതുപോലെ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചിരിക്കട്ടെ പച്ച, ബലഹീനമായിരിക്കും ഒരു ബലപ്പെടട്ടെ പച്ച, രോഗികളായിരിക്കും സൗഖ്യമായി എഴുന്നേക്കട്ടെ പച്ച, മരണക്കിടക്ക് കിടക്ക് ചവിട്ടി മെതിച്ചുകൊണ്ട് ചാടി തുള്ളി എഴുന്നേൽക്കട്ടെ പച്ച. എല്ലാ വിധത്തിലും ഒരു വിടുതല പച്ച. ഉലകത്തിൽ ഒരുത്തനെയും കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയാത്തത്, ഒരുത്തനെയും കൊണ്ട് വിടിവിക്കുവാൻ കഴിയാത്തത്, ഒരുത്തനെയും കൊണ്ട് രക്ഷിക്കുവാൻ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ 100% വിശ്വസിക്കട്ടെ പച്ച. ദാനിയേലിന്റെ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് തരണമേ, അവന്റെ രാജാവിന്റെ വിശ്വാസത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഓരോരുത്തരുടെ മഹത്വം കാണിട്ട് വിടുതൽ അനുഭവിക്കട്ടെ. അപ്പൊ ഈ അധ്യായത്തിൽ ഞാൻ വായിച്ചത്, 6-ാം അധ്യായത്തിൽ വായിച്ചതും കൊടുത്തതും ഒന്നും എനിക്ക് നഷ്ടമായി പോകരുത്. ഇതിലൂടെ ചെലവഴിച്ച സമയങ്ങൾ എനിക്ക് നഷ്ടമായി പോകരുത്. എടുക്കാൻ ചെലവഴിച്ച ഓരോ മിനിറ്റുകളും ഓരോ തുള്ളികളും എനിക്ക് അനുഗ്രഹമായി മാറട്ടെ. പച്ച എന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലാണ് പച്ച എനിക്ക് ആവശ്യം. അവരുടെ സന്തോഷമുള്ള സാക്ഷികളെ പച്ച എനിക്ക് ആവശ്യം. ഒരുത്തരും തകർന്നു എന്നുള്ള ചെയ്യുന്ന ദൂതനിക്ക് വരരുതേ, ന്യൂസ് വരരുതേ. ഒരുത്തരും നശിച്ചു പോയി, ഒരുത്തരും മരിച്ചു പോയി എന്നുള്ള ദൂതൻ ന്യൂസ് എനിക്ക് വരരുത് പച്ച. എല്ലാവരുടെ മേലും നിന്റെ കൃപ ചൊരിയണമേ. നിന്റെ മഹത്വമുള്ള കരവൊന്ന് നീട്ടണമേ, അത്ഭുതത്തിന്റെ കരവൊന്ന് പ്രവർത്തിക്കണമേ, നിന്റെ ദിവ്യ ശക്തി കുഞ്ഞുങ്ങൾ മേൽ പകരണമേ. അപ്പൊ നിന്റെ ആശ്വാസത്തിന്റെ കരം, മുറിവുകളെ പൊറിപ്പിക്കുന്ന കരം, കണ്ണുനീരെ തുടയ്ക്കുന്ന കരം, ആനന്ദത്താൽ നിങ്ങളെ നിറയ്ക്കുന്ന കരം, സന്തോഷങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് നിറയ്ക്കുന്ന കരം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു ഭവനത്തിന്മേൽ വെളിപ്പെടട്ടെ, ശുശ്രൂഷകളുടെ മേൽ വെളിപ്പെടട്ടെ, ഓരോരുത്തരുടെ സെപ്പറേറ്റുള്ള ശരീരത്തിൽ വെളിപ്പെടട്ടെ. എവിടെല്ലാം ബന്ധനങ്ങൾ, എവിടെല്ലാം കണ്ണുനീർ, എവിടെല്ലാം പാപം, എവിടെല്ലാം ശാപം, എവിടെല്ലാം കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്നു, എവിടെല്ലാം ധരിപ്പണമായി കിടക്കുന്നു, എവിടെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എവിടെല്ലാം മുറിഞ്ഞു കിടക്കുന്നു, എവിടെല്ലാം ഒടിഞ്ഞു കിടക്കുന്നു, അവിടെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരവൊന്ന് ഓടിപ്പോകട്ടെ. അയ്യോ, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു വഴിയുമില്ല, ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ ഇത്രയും
ഇത്രയും കാലം പ്രാർത്ഥിച്ച ഒരു പ്രയോജനമില്ല, ഞങ്ങൾ കരഞ്ഞു നോക്കിയ ഒരു പ്രയോജനമില്ല, ഞങ്ങൾ പണം ചെലവഴിച്ച് നോക്കിയ പ്രയോജനമില്ല, ഞങ്ങൾ ഒത്തിരി പേരെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഒരു പ്രയോജനം. ലോകക്കാരും നാട്ടുകാരും വീട്ടുകാരെല്ലാം പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു പ്രയോജനം ഇല്ലെന്നുള്ളൊരു സത്യം എന്റെ കാതിൽ കേൾക്കുവാൻ ദൈവമേ നീ അനുവദിക്കരുതേ, നീ അനുവദിക്കരുതേ, അനുവദിക്കരുതേ, അനുവദിക്കരുതേ. വിടുതലിന്റെ കരമേ, അത്ഭുതത്തിന്റെ കരമേ, സൗഖ്യത്തിന്റെ കരമേ, സൗഖ്യദായകനെ, ഒരു മിനിറ്റ് എഴുന്നേൽക്കണമേ, ഒരു മിനിറ്റ് നീ എഴുന്നേൽക്കണമേ, ഒരു വാക്ക് നീ പറയണമേ, നിന്റെ കരവൊന്ന് പൽസിക്കട്ടെ, നിന്റെ ശക്തി ഒന്ന് ഇറങ്ങട്ടെ, നിന്റെ ശക്തി കുഞ്ഞുങ്ങളുടെ മൺപാത്രത്തിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ആദാമിന്റെ മൂക്കിൽ ഊതിയ ശ്വാസം ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങളുടെ നാസിയിൽ ഊതണമേ, മൂക്കിൽ ഊതണമേ. മരിച്ചു കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. മരിച്ചു കിടക്കുന്ന അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. അത്ഭുതം, 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 അത്ഭുതം യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചാട്ടും. ഈ പ്രാർത്ഥന പോയി ചേരുന്നിടത്തെല്ലാം ദൈവത്തിന്റെ വലിയ കരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുള്ള ജീവനുള്ള സാക്ഷ്യങ്ങൾ അടിമ തുടർന്ന് വരട്ടപ്പിച്ച. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കരങ്ങളെ കേൾപ്പിക്കുന്നു. നീ ആലോചന കേട്ടതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഞങ്ങളുടെ കണ്ണുനീരെ കണ്ടതിനായി, മനസ്സലിഞ്ഞതിനായി, ഉദ്യമിച്ചതിനായി സ്തോത്രം. വിശ്വാസത്തോടെ കരങ്ങളെ കേൾപ്പിക്കും. വൻകാലത്ത് ചെയ്താണ്ട് സകല മഹത്വവും തിരുമേനിക്ക് ജീവനുള്ള സാക്ഷികൾ വരാൻ പോകുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഒരു കാര്യം പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ദാനിയേലിന്റെ പുസ്തകം 1 തൊട്ട് 6-ാം അധ്യായത്തിന്റെ 1 തൊട്ട് അവസാനം വരെയും ധ്യാനിക്കാൻ കർത്താവ് കൃപ തന്നു. നിങ്ങളതെങ്ങനെ ഏറ്റെടുത്തു, എങ്ങനെ വിശ്വസിച്ച് എനിക്കറിയത്തില്ല. ദാനിയേലിന്റെ കാര്യം ശുഭമായി മാറിയതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നന്മ ദൈവത്തിന് ചെയ്യണം. എന്തെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ഈ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അത് ഉടനെ എന്നെ നിങ്ങൾ അറിയിക്കണം. ഒരു വോയിസ് മെസ്സേജ് മൂലമായി എനിക്ക് അറിയിക്കണം. അതാണ് ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്ന വലിയ ഒരു നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയില്ലാത്തവരാണ്. ദയവിച്ച് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് നടന്ന കാര്യങ്ങൾ നിശ്ചയം അത്ഭുതം നടന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ച് ഓരോ ദൈവ പൈതലിനും അവരുടെ ഭവനത്തിലും ജോലി സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, നിശ്ചയമായി നടന്നിട്ടുണ്ട്. നിങ്ങളതിനെ ഉടനെ അറിയിക്കണമെന്ന് താഴ്മയോടെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിശ്ചയമായി നിങ്ങളെ നടത്തിട്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ സമൂഹത്തിൽ വിശ്വാസത്തോടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിശ്ചയമായി ഏറ്റെടുക്കുന്നവർക്ക് പരിപൂർണ വിടുതൽ. നമ്മളിന്ന് കണ്ടില്ലേ, ദാനിയേലിനെ സിംഹത്തിൻ്റെ വായിന്ന് കർത്താവ് രക്ഷിച്ചെടുത്തിരിക്കുകയാണ്. അതേ കർത്താവ് നിങ്ങളെ പിശാചിൻ്റെ കയ്യിൽ നിന്നും വ്യാധിയിൽ നിന്നും രോഗത്തിൽ നിന്നെല്ലാം രക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ശുഭമായി മാറുകയാണ്. ദൈവ അത്ഭുതം മങ്ങിയെറിഞ്ഞ വിളക്കല്ല, ഇപ്പം അങ്ങനെ ഇല്ല, എല്ലാം പ്രകാശിക്കുന്നു. ദൈവ അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞു, വിടുതലെ കൽപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.